ഹേ ഓൾ വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ തിരിച്ച് റുട്ടീനിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയെന്ന് കഴിഞ്ഞ ഷോർട്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞാൻ ഒരു 5:30ക്ക് അലാറം വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 5:35 ആകുമ്പോൾ ഞാൻ എന്നെ എങ്ങനെയൊക്കെയോ കുത്തിപ്പൊക്കിയൊക്കെ എണീപ്പിച്ചിട്ടുണ്ട്. അപ്പം എന്നാലും ജസ്റ്റ് ഒന്ന് എണീച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. എണീച്ച് ജസ്റ്റ് ഫ്രഷായി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് നമ്മൾ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ചെറിയൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഈ ഒരു ഡേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ എണീച്ചുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. വെറുതെ അങ്ങോട്ട് ഫോണൊക്കെ സ്ക്രോൾ ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ട് സമയം കളയും കേട്ടോ. അപ്പം ഇതേപോലെ നമ്മൾ ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു 2-3 കാര്യങ്ങളെങ്കിലും നമുക്ക് ടിക്കിടണം എന്നുള്ളൊരു വാശിയിൽ നമ്മൾ ജസ്റ്റ് കുറച്ച് കാര്യങ്ങളെങ്കിലൊക്കെ ചെയ്യും. എല്ലാം ചെയ്യും എന്നല്ല, ബട്ട് കുറച്ച് കാര്യങ്ങളെങ്കിലൊക്കെ നമ്മൾ ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അനിയനെ കുറച്ച് സമയം ഹിന്ദി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊരു എക്സാം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം ഒരു സൂംബ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ താഴത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മളെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്കതൊക്കെ ഇന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ അനിയന് ടൈം ടേബിൾ നോക്കി എൻ്റെ ഒരു ഗുലുമാലാണ് ഈ ഒരു കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ബുക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെൽഫിലേക്ക് മാറ്റി കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജസ്റ്റ് ബെഡൊക്കെ ഒന്ന് വിരിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ബെഡ്ഷീറ്റ് നമുക്ക് മാറ്റണം കേട്ടോ. ഇത് അലക്കാനിടണം ആൻഡ് പുതിയൊരു ബെഡ്ഷീറ്റ് വിരിക്കാൻ വേണം. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കോളേജിൻ്റെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ലാസ് തുടങ്ങുന്നത് ജൂലൈ 16-നാണ് കേട്ടോ. അപ്പം ആ ഒരു ജൂലൈ 16 ആകുമ്പോഴത്തേക്കും ജസ്റ്റ് ആ ഒരു ട്രാക്കിലേക്കൊക്കെ ഒന്ന് കയറാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ തന്നെ ചെറിയ ചെറിയ എഫേർട്ട് ഇങ്ങനെ എടുത്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ജൂലൈ 16-ന് മൊത്തത്തിൽ അങ്ങോട്ട് മാറാം, റുട്ടീനൊക്കെ മാറ്റാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല. അപ്പം അതുകൊണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ഇങ്ങനെ നമ്മൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ജൂലൈ 16 ആകുമ്പോഴത്തേക്കും നമ്മളൊരു പകുതിയെങ്കിലൊക്കെ ഒന്ന് സെറ്റാവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ മാറ്റിയിട്ടുള്ള ആ ഒരു പഴയ ബെഡ്ഷീറ്റ് ഇപ്പോൾ നമ്മൾ അലക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. പുറത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, ഇടയ്ക്ക് നിൽക്കുന്നു, അങ്ങനെ ഒരു കാലാവസ്ഥയാണ് കേട്ടോ അന്നുണ്ടായിരുന്നത്. അന്ന് നമുക്ക് മലപ്പുറം ജില്ലയ്ക്ക് കളക്ടർ ലീവ് വന്നിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് നൂൽപുട്ടും കടലക്കറിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇങ്ങനെ പത്രവും വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതെനിക്ക് എന്തോ ബെസ്റ്റ് കോംബോ ആണ് കേട്ടോ. ചിലർക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ കാണാനിരിക്കും, ചിലർക്ക് ഇതേപോലെ വല്ല കഥയൊക്കെ വായിക്കാനായിരിക്കും. എനിക്കെന്തോ പത്രം വായിക്കാനെന്തോ ഈ ഒരു ചായ കുടിക്കുന്നതിൻ്റെ കൂടെ ഭയങ്കര ഒരു ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. അതായത് ഞാൻ 2 ദിവസം മുന്നേ അലക്കിയിട്ടിട്ടുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും അതെല്ലാം കൂടെ എടുത്ത് വന്നിട്ട് ഇപ്പോൾ ഇത് മടക്കി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ പാൻറ്റും ഒക്കെ നമ്മൾ അലക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് പാൻറ്റൊക്കെ നമ്മൾ എങ്ങനെയാണോ അലക്കിയിട്ടിട്ടുള്ളത് അതേപോലെ തന്നെ കിടക്കുകയാണ്, ഒട്ടും തന്നെ ഉണങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഉണങ്ങിയിട്ടുള്ള ഡ്രസ്സൊക്കെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഷെൽഫിലേക്ക് തന്നെ വീണ്ടും മടക്കി തിരിച്ച് വെക്കാമെന്ന് വെച്ചിട്ട് മടക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ സ്റ്റുഡൻസൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതേപോലെ ചെറിയ ചെറിയ റുട്ടീനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം ഇപ്പം നിങ്ങൾക്ക് ഓൺ എക്സാമൊക്കെ ആവാറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓൺ എക്സാമിനൊക്കെ ജസ്റ്റ് ചെറുതായിട്ടെങ്കിലൊക്കെ ഓരോ ദിവസം 1 മണിക്കൂറെങ്കിലൊക്കെ അറ്റ്ലീസ്റ്റ് പഠിച്ചൊക്കെ തുടങ്ങാം കേട്ടോ. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ മുറ്റമൊക്കെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ഒരു സൈഡ് മാത്രമേ നമുക്ക് അടിച്ചു വരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളൂ. മറ്റേ സൈഡ് അടിക്കാൻ നിന്നപ്പോഴത്തേക്കും മഴ പെയ്തു. അത് കഴിഞ്ഞ് ഉടനെ തന്നെ പിന്നെ ഞാനിത് അകം കൂടെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ ഈ ഒരു അകടിച്ചു വരിക, തുടക്കുക അങ്ങനെയുള്ള പണിയൊക്കെ ഏകദേശം ഉച്ചയായിട്ട് ഒരു 12:30 കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചെയ്യാൻ തന്നെ തുടങ്ങാറുള്ളത്. ബട്ട് ഇന്ന് ഈ സംഭവമൊക്കെ ഞാൻ അത്യാവശ്യം നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ എണീച്ചുകൊണ്ട് തന്നെ രാവിലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ടൈമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഫോണും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും നമ്മൾ നേരത്തെ തന്നെ അത്യാവശ്യം എണീച്ചുകൊണ്ട് സമയം നമുക്ക് ഈ ഒരു അടിച്ചു വരാനും തുടക്കാനും എല്ലാം നമുക്കൊരു 11:30 ആകുമ്പോൾ തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടും നേരത്തെ എണീക്കുക എന്ന് പറയുന്ന സംഭവം നമുക്ക് സ്റ്റുഡൻസിന് ഏറ്റവും നല്ലൊരു സംഭവമാണ്. അതായത് രാവിലെ നേരത്തെ എണീക്കുക, രാത്രി നേരത്തെ ഉറങ്ങുക എന്ന് പറയുന്നത് കേട്ടോ. എന്നാലും അതൊക്കെ കഴിഞ്ഞ് തുടക്കലും കൂടെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് കുളിച്ച് വന്നു. ഇപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇപ്പം ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാധാരണ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫോണൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ് ചെയ്യാറുള്ളത്. ബട്ട് ഇന്നെന്തോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഞാൻ അറിയാണ്ട് ഉറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എണീച്ച് എസർ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. സംഭവം ഉറക്കം എണീച്ചിട്ടുള്ള ആ ഒരു മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു മ്ലാനത ഉണ്ടായിരുന്നു. അപ്പം എന്നാലും അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ചെറിയൊരു ചായയൊക്കെ ഇട്ട് കുടിച്ചതിന് ശേഷം പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പുറത്തുകൂടെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നിട്ടുണ്ട് കേട്ടോ. കാര്യം ഈ ഒരു ഉറക്കത്തിന് എണീച്ചിട്ടുള്ള ആ ഒരു മൈൻഡിൽ അങ്ങനെ ഇരുന്നപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പുറത്തുകൂടെയൊക്കെ ഒന്ന് നടന്നിട്ടുള്ളതായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് രാത്രിയാണ് കേട്ടോ. അപ്പം
രാത്രിയായി കഴിഞ്ഞപ്പോൾ പിന്നെ മഗ്‌രിബ് നിസ്കാരവും കഴിഞ്ഞ് കുറച്ച് സമയം ഖുർആൻ ഓതലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ടു ഡു ലിസ്റ്റ് നോക്കിയപ്പം എനിക്ക് അതിനകത്ത് ഒരു കാര്യം കൂടിയൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതായത് ഈ ഒരു സ്ലേറ്റ് ഉണ്ടല്ലോ, ഇത് നമുക്കൊന്ന് നന്നായിട്ട് നിന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കാനുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വൈകുന്നേരം ഇങ്ങനെ മുറ്റത്തൂടെ നടന്നപ്പം ഒരു ചെമ്പരത്തിയൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്നാലും അത് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്ലേറ്റിൻ്റെ ഒരു ബ്ലാക്ക് കളറൊക്കെ അത്യാവശ്യം നല്ലോണം കൂടും. ബട്ട് കയ്യിലും അത്യാവശ്യം നല്ല കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഒരു 8:30 ആയപ്പം പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ഇത് നമ്മൾ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനൊരു 7:30 ആകുമ്പോൾ തന്നെ ഫുഡ് കഴിക്കാറുണ്ട്. ബട്ട് ഇന്നെന്തോ ലേറ്റ് ആയിട്ടുണ്ട് ആ ഒരു സ്ലേറ്റിലെ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും. പിന്നെ ഞാൻ ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ ഒരു ഡേ മൊത്തത്തിൽ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ പ്ലാനറിൽ ഇങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ പ്ലാനർ എനിക്ക് നല്ല എഫക്റ്റീവാണ്. നിങ്ങളിതുവരെ പ്ലാനറൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അടുത്ത മാസം മുതൽ ജസ്റ്റ് ഒരു പ്ലാനർ, ഒരു സിമ്പിൾ പ്ലാനറൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഓരോ ഡേയ്സും അതിനകത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കൂ കേട്ടോ. അത് നിങ്ങളെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ കുറച്ച് സമയം ഫോണൊക്കെ നോക്കി ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഉറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.